Hey, this is Divya. സ്കൂൾ സ്നാക്ക് ബോക്സ് പാക്ക് ചെയ്യുമ്പോൾ പേരൻസിന് പറ്റുന്ന ചില അബദ്ധങ്ങൾ നോക്കിയാലോ. ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ്, ഒന്നുകിൽ ഒരുപാട് അങ്ങ് കൊടുത്തു വിടും, അല്ലെങ്കിൽ വളരെ കുറച്ച്. വലിയ ആൾക്കാർ കഴിക്കുന്ന അളവിൽ 2 ബോക്സൊക്കെ കൊടുത്തു വിടുന്ന പേരൻസിനെ ഞാൻ കണ്ടിട്ടുണ്ട്. ചിലർ നേരെ മറിച്ച് 2 ബ്രെഡ് ടോസ്റ്റ്. കുട്ടിക്ക് വിശപ്പ് മാറുമോ? ഇവിടെ നമുക്ക് ചെയ്യാവുന്നത് കുട്ടിയുടെ സ്കൂൾ ബ്രേക്ക് ടൈം എങ്ങനെയാണെന്ന് മനസ്സിലാക്കുക. എത്ര ബ്രേക്ക് ഉണ്ട്, ഓരോ ബ്രേക്കും എത്ര ടൈം ഉണ്ട്, അതുപോലെ അവരുടെ ടൈം ടേബിൾ നോക്കുക. അതായത് ഇപ്പോൾ ഔട്ട്ഡോർ പ്ലേ കഴിഞ്ഞിട്ടാണ് ബ്രേക്കെങ്കിൽ സ്വാഭാവികമായിട്ട് അവർക്ക് നല്ല വിശപ്പായിരിക്കും. അപ്പോൾ അതിനനുസരിച്ച് പാക്ക് ചെയ്യുക. അതേപോലെ തന്നെ ഇപ്പോൾ വീട്ടിൽ നിന്ന് രാവിലെ നന്നായി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടാണ് പോകുന്നതെങ്കിൽ 1 മണിക്കൂർ കഴിഞ്ഞിട്ടുള്ള സ്നാക്ക് ബ്രേക്കിൽ വലിയ വിശപ്പൊന്നും ഉണ്ടാവില്ല. അതേസമയം വീട്ടിൽ നിന്ന് 1 കപ്പ് പാല് മാത്രം കഴിച്ചിട്ടാണ് വരുന്നതെങ്കിൽ ബ്രേക്ക് ആകുമ്പോഴത്തേക്കും വിശക്കും. ഇതൊക്കെ ഒന്ന് നോക്കിയിട്ട് വേണം നമ്മൾ ഫുഡ് പാക്ക് ചെയ്യാൻ. രണ്ടാമത്തത്, പുതിയ റെസിപ്പി ടെസ്റ്റ് ചെയ്യുന്നത് സ്നാക്ക് ബോക്സിലല്ല. പരിചയമില്ലാത്ത ഫുഡോ ഒട്ടും ഇഷ്ടമില്ലാത്ത ഫുഡോ മാത്രമായിട്ട് കൊടുത്തു വിടരുത്. ബിക്കോസ് കുട്ടിക്ക് അത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നമ്മൾ എത്ര നിർബന്ധിച്ചാലും കാര്യമായിട്ടൊന്നും കഴിക്കില്ല. ചില കുട്ടികൾ ഇഷ്ടമില്ലാത്ത ഫുഡ് തൊട്ട് പോലും ഇല്ല. അപ്പോൾ ആ ദിവസം മൊത്തം ഒരു വിശന്നിരിക്കും. അഥവാ ഇനി ഇങ്ങനെ വെക്കുകയാണെങ്കിൽ അതിൻ്റെ കൂടെ കുട്ടി കഴിക്കുന്ന എന്തെങ്കിലും ഒരു ഫുഡ് കൂടെ വെക്കണം. തേർഡ് വൺ, റിപ്പിറ്റീഷൻ. എന്നും ഈ ഒരേ ഫുഡ് കൊടുത്തു വിടുന്ന പരിപാടി. കുട്ടിക്ക് ഇഡ്ഡലി ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് ഡെയിലി ഇഡ്ഡലി കൊടുത്തു വിട്ടാലോ? അപ്പം നമുക്കൊരു 5-6 ഐറ്റംസ് തീരുമാനിച്ചിട്ട് അത് മാറി മാറി കൊടുക്കാം. അതേപോലത്തെ ഒരു അബദ്ധമാണ് കുറച്ച് നേരം വെച്ച് കഴിഞ്ഞാൽ ഡ്രൈ അല്ലെങ്കിൽ മെസ്സി ആവുന്ന ഫുഡ് കൊടുത്തു വിടുന്നത്. ചില ഫുഡുകൾ കുട്ടിക്ക് നല്ല ഇഷ്ടമായിരിക്കും. അത് നമ്മൾ വീട്ടിൽ നിന്ന് ചൂടോടെ കഴിക്കുമ്പോൾ നല്ല അടിപൊളിയായിരിക്കും. പക്ഷെ പാക്ക് ചെയ്തിട്ട് കുറച്ച് കഴിഞ്ഞ് തുറക്കുമ്പോൾ നന്നായിരിക്കില്ല. ഫോർ എക്സാമ്പിൾ ദോശ, അത് ഡ്രൈ ആയിപ്പോവും. ഓട്സ് പോറിജൊക്കെ ഒരു സ്മെല്ല് വരും. അതേപോലെ പലരും ഫസ്സി ഈറ്റർ കുട്ടികൾക്ക് ഷുഗറി ഫുഡും ജങ്ക് ഫുഡ്സും ഒക്കെ കൊടുത്തു വിടും. ഇതെങ്കിലും കഴിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ന്യൂട്ടെല്ല, ജാം, ചിപ്സ്, പാക്കറ്റ് ജ്യൂസ്, ചോക്കോ പൈ, ഇങ്ങനത്തെ ഐറ്റംസ്. ഇത് വല്ലപ്പോഴും ഒരിക്കലും കഴിച്ചാൽ ഓക്കെ. പക്ഷേ ഇത് ഫ്രീക്വൻ്റ് ആയിട്ട് സ്കൂളിൽ കൊടുത്തു വിടുന്നത് ഭയങ്കര അൺഹെൽത്തിയാണ്. ലാസ്റ്റ് വൺ, ആസ് എ ടീച്ചർ എൻ്റെ ഒരു പേഴ്സണൽ റിക്വസ്റ്റ് ആണ്, വീട്ടിൽ നിന്ന് കഴിക്കാത്ത ഫുഡ് ടീച്ചർ കഴിപ്പിക്കും, അല്ലെങ്കിൽ ടീച്ചർ കഴിപ്പിക്കണം എന്ന് പറഞ്ഞ് കൊടുത്തു വിടുക. ഒരുപാട് ഫുഡ് കൊടുത്തു വിട്ടിട്ട് ഇത് മൊത്തം കഴിപ്പിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് കംപ്ലയിൻ്റ് ചെയ്യുന്നത്, ഇതൊക്കെ തീരെ ശരിയല്ല. സ്കൂൾ സ്റ്റാഫ് മാക്സിമം ഫുഡ് കഴിപ്പിക്കാൻ ശ്രമിക്കും. പക്ഷെ ഒരു പരിധി കൂടുതൽ നമുക്ക് കുട്ടികളെ ഫോഴ്സ് ചെയ്യാൻ പറ്റുമോ? പൊതുവേ നമ്മുടെ നാട്ടിലുള്ളൊരു ഏർപ്പാടാണ് ഫുഡ് നിർബന്ധിച്ച് കഴിപ്പിക്കുന്നത്. വഴക്ക് പറഞ്ഞും അടിച്ചും ഒക്കെ കരയുന്ന കുട്ടീനെ കൊണ്ടുവരാൻ നമ്മൾ ഫുഡ് കഴിപ്പിക്കും. ഇത് ഭയങ്കര അൺഹെൽത്തിയാണ്. ടീച്ചറിന് അങ്ങനെ ചെയ്യാനുള്ള റൈറ്റ്സും ഇല്ല. എന്ന് വെച്ച് നമ്മളൊന്നും ശ്രദ്ധിക്കേണ്ടെന്നല്ല. ഫുഡിനെ കുറിച്ച് എന്തെങ്കിലും കൺസേൺ ഉണ്ടെങ്കിൽ നമുക്കത് ടീച്ചറായിട്ട് സംസാരിക്കാം. ചിലപ്പോൾ ടീച്ചർക്ക് നമ്മൾ ഈ കാര്യത്തിൽ എന്തെങ്കിലും സജഷൻസ് ഒക്കെ തന്ന് ഹെൽപ്പ് ചെയ്യാനും പറ്റും. അപ്പോൾ സ്നാക്ക് ബോക്സിൽ കുട്ടികൾക്ക് അവർക്ക് ഇഷ്ടമുള്ള ഫുഡ് വെച്ച് കൊടുക്കുക, പക്ഷേ ഹെൽത്തി ആയിരിക്കാൻ ശ്രദ്ധിക്കുക. ഫ്രൂട്ട്സൊക്കെ വെക്കുമ്പോൾ ചോക്കിംഗ് റിസ്ക് ഉള്ളതുകൊണ്ട് തന്നെ ചെറിയ പീസാക്കി കട്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക. പിന്നെ നിങ്ങൾക്കറിയാലോ, കുട്ടികൾക്ക് സർപ്രൈസ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ബോക്സ് തുറക്കുമ്പോൾ തന്നെ എന്തെങ്കിലും വെറൈറ്റി ഷേപ്പിലോ കളറിലോ ഒക്കെ കണ്ടാൽ അവർ ഭയങ്കര ഹാപ്പിയാവും. അപ്പോൾ സമയമുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ക്രിയേറ്റീവായിട്ട് കളർഫുള്ളായിട്ടൊക്കെ പാക്ക് ചെയ്ത് വിടാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് ഫോർ മോർ ഇൻട്രസ്റ്റിംഗ് സ്റ്റാഫ്. അപ്പോൾ ബൈ.